നികുതി വർധനയിൽ സർക്കാർ നിലപാട് ഇന്നറിയാം. ബജറ്റിന്റെ പൊതുചർച്ചയ്ക്ക് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്ന് മറുപടി പറയും. പ്രതിഷേധം തണുപ്പിക്കാൻ ചില ഇളവുകൾ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് സൂചന. ധനമന്ത്രിയുടെ മറുപടിക്ക് മുൻപ് CPM നേതൃത്വം ചർച്ച നടത്തും. ഇതിനുശേഷമാകും ഇളവുകളിൽ അന്തിമ തീരുമാനം. വിവരങ്ങളുമായി ശരത് ചേരുന്നു. ശരത്, ധനമന്ത്രിയുടെ അന്തിമ തീരുമാനം ഇന്ന് പ്രഖ്യാപിക്കും. എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? ആതിര, ബജറ്റ് ചർച്ച ഇന്ന് മൂന്നാം ദിവസമാണ്. ബജറ്റ് ചർച്ച ഇന്ന് അവസാനിക്കുമ്പോൾ ഈ ചർച്ചയ്ക്ക് മറുപടിയായി നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന നികുതി വർധനയിൽ ചില ഇളവുകൾ സർക്കാർ പ്രഖ്യാപിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഉള്ളത്. പ്രധാനമായും ഇന്ധന വില വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചുകൊണ്ടുള്ള സാമൂഹ്യ സുരക്ഷാ സെസ്, അതോടൊപ്പം തന്നെ ഭൂമിയുടെ ന്യായവില വർദ്ധിപ്പിച്ച തീരുമാനം, ഈ രണ്ട് കാര്യങ്ങളിലും ഏതെങ്കിലും വിധത്തിലുള്ള ഇളവ് സർക്കാർ പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. നിലവിൽ ഉയർന്നു വന്നിരിക്കുന്ന പ്രതിഷേധങ്ങൾ പരിഗണിച്ചുകൊണ്ട് ആ പ്രതിഷേധം തണുപ്പിക്കുന്നതിനായി ചില ഇളവുകൾ ഒരുപക്ഷെ ബജറ്റിന്റെ ചർച്ചയ്ക്കുള്ള മറുപടിയിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സൂചിപ്പിക്കാൻ ഇടയുണ്ട്. ഒരുപക്ഷെ ഇനി ഇപ്പോൾ അങ്ങനെ ഒരു ഇളവുകൾ ഇപ്പോൾ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് ഇപ്പോൾ സമരരംഗത്തുള്ള UDF-ന് രാഷ്ട്രീയമായ ആയുധമായി മാറുകയും രാഷ്ട്രീയ വിജയമായി UDF അത് ഉപയോഗിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒരുപക്ഷെ സഭാ സമ്മേളനം 30-ാം തീയതി മാത്രം, മാർച്ച് 30-ന് മാത്രമാണ് അവസാനിക്കുക. ആ സമയത്തിനകം സഭ പിരിയുന്നതിന് മുൻപായി പിന്നീട് ഇളവുകൾ വേണമെങ്കിൽ പ്രഖ്യാപിക്കുകയും ചെയ്യാം. നിലവിലെ സാഹചര്യത്തിൽ ഇന്ന് ധനമന്ത്രി പ്രധാനമായും കേന്ദ്രീകരിക്കാൻ വേണ്ടി പോകുന്നത് ഈ കേന്ദ്ര സർക്കാരിന്റെ ഒരു സാമ്പത്തിക നിയന്ത്രണത്തെ ചൊല്ലിയുള്ള വിമർശനങ്ങളിലായിരിക്കും. സംസ്ഥാനം എന്തുകൊണ്ട് ഇത്തരമൊരു നികുതി വർധനയിലേക്ക് പോകേണ്ടി വന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ മന്ത്രി വിശദീകരിക്കും. അതോടൊപ്പം തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുള്ള മറ്റ് വിമർശനങ്ങൾക്കും അദ്ദേഹം മറുപടി പറയുകയും ചെയ്യും. നികുതി വർധനയിൽ സർക്കാർ നിലപാട് ഇന്നറിയാം. ബജറ്റിന്റെ പൊതുചർച്ചയ്ക്ക് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്ന് മറുപടി പറയും. പ്രതിഷേധം തണുപ്പിക്കാൻ ചില ഇളവുകൾ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് സൂചന. ധനമന്ത്രിയുടെ മറുപടിക്ക് മുൻപ് CPM നേതൃത്വം ചർച്ച നടത്തും. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ശരത്.